എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി മാത്രം പ്രശ്നങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കും, പറഞ്ഞു തരുന്നതായിരിക്കും, കബഡി കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ 2026 ചോതി ഈ നക്ഷത്രത്തിൻ്റെ ഫലമായിട്ടാണ് ഞാനിവിടെ ഭക്തജനങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ മെസ്സേജ് തരാം. നമ്മൾ ജോലിക്ക് പോകാതെ എന്തായാലും നമുക്ക് പൈസ കിട്ടില്ല. അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഡോക്ടറെ കാണിക്കാതെ പൂജാതി കാര്യങ്ങൾ അസുഖം മാറില്ല. പിന്നെ പല ആൾക്കാർ യൂട്യൂബിലൊക്കെ വന്ന് ചോദ്യ നക്ഷത്രക്കാരുടെ ഫലങ്ങളും കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഭക്തജനങ്ങൾ മനസ്സിലാക്കേണ്ട, ആര് എന്ത് പറഞ്ഞാലും നമ്മൾ ഒരു യുക്തി കൊണ്ട് ചിന്തിക്കണം. ഇവർ എത്രത്തോളം പറയുന്നത് ശരിയുണ്ട് തെറ്റുണ്ടെന്നൊന്ന് മനസ്സിലാക്കി എടുക്കുക. ഭക്തജനങ്ങൾ അന്ധപരമായ വിശ്വാസങ്ങൾക്ക് കൂടുതൽ അഡിക്റ്റായി പോകാതിരിക്കുക. ഉള്ള നല്ല വിശ്വാസങ്ങൾ ചെയ്ത് ചെറിയ രീതി, അതായത് കൂടുതൽ പൈസ മുടക്കാതെ ചെറിയ രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളും ചെയ്ത് ദോഷങ്ങൾ മാറ്റിയെടുക്കുക. ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ദൈവാനുഗ്രഹമാണ്. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ പറയുന്ന 2024 ഒരു ദോഷങ്ങളും ചോതി നക്ഷത്രക്കാർക്ക് സംഭവിക്കത്തില്ല. നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെ കവചമായി ഉണ്ടാകും. നമ്മൾ പറയാറില്ല, കണ്ണിക്കൊള്ളേണ്ട കാര്യങ്ങൾ പിരികത്തുകൊണ്ട് മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ഈശ്വര അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ്. അപ്പം 2026 ചോതി നക്ഷത്രക്കാർക്ക് എല്ലാ വിധത്തിലുള്ള നല്ല ഗുണങ്ങൾ കേൾക്കാനും കാണാനും, അതായത് വിദേശത്ത് പോകാനും അതേപോലെ തന്നെ ദൂര യാത്രകൾ ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരം കൂടെ വരുന്നുണ്ട്. അതായത് ഭാര്യ ഭർത്താക്കന്മാർക്ക് കുടുംബപരമായിട്ട് ദൂര യാത്രകൾ ചെയ്യാനുള്ള ഭാഗ്യം, വിദേശത്ത് പോകാനുള്ള സൗഭാഗ്യങ്ങൾ എല്ലാ വിധത്തിലും, അതായത് ജോലിക്കാര്യത്തിൽ നമ്മുടെ ഉയർച്ച കണ്ടിട്ട് പുതിയ ജോലികൾക്കുള്ള ഓഫറുകൾ, സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ, അതേപോലെ തന്നെ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് ചോതി നക്ഷത്രക്കാർക്ക്. അപ്പോൾ എന്തുകൊണ്ടും 2026 ചോതി നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്. പിന്നെ ഇവരെ എപ്പോഴും ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ഒരു അസുഖങ്ങൾ മാറി വന്നുകൊണ്ടിരിക്കും. അത് പേടിക്കേണ്ട കാര്യമില്ല. അസുഖങ്ങളോ കാര്യങ്ങളോ ചോതി നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് കൃത്യമായ രീതിയിൽ തന്നെ മരുന്ന് കഴിക്കേണ്ടതാണ്. ഒപ്പം തന്നെ വിശ്വാസപ്രകാരം മഹാദേവ ക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ മന്ത്രാർച്ചന നടത്തുന്നത് ചോദ്യ നക്ഷത്രക്കാർ, അതേപോലെ ജലധാര നടത്തുന്നത് വളരെ അധികം ഉത്തമമാണ്. 2026 അതായത് വീട് പണി നടക്കാത്തവർ, വാടകയ്ക്ക് കിടക്കുന്നവർ, സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തവർക്കൊക്കെ ഭാഗ്യങ്ങൾ കൊണ്ട് വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. സ്ഥലം മേടിക്കാനുള്ള സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകുന്നതാണ്. അച്ഛൻ വഴി അമ്മ വഴി സ്വത്തുകളും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മ നിൽക്കാനും, അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ തലവേദനകൾ, ടെൻഷൻ, അതായത് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് സ്കൂളിൽ ഫസ്റ്റ് ആകാനുള്ള കാര്യങ്ങളൊക്കെ 2026 നടക്കും. അപ്പോൾ എന്തുകൊണ്ടും വിദ്യാർത്ഥികൾക്കും ചോദ്യ നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്. അതേപോലെ ടെൻഷൻ ആകേണ്ട കാര്യമില്ല. 2026 ചോദ്യ നക്ഷത്രക്കാർ സൂര്യനെ പോലെ ഉദിച്ചു കയറും. ശത്രുദോഷങ്ങൾ ബാധിക്കില്ല, ആഭിചാര ദോഷങ്ങൾ ഉണ്ടാകില്ല, നെഗറ്റീവപരമായ ഒരു കാര്യങ്ങളും ഇവരെ ബാധിക്കത്തില്ല. പിന്നെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് ഇടയ്ക്ക് മനസ്സിങ്ങനെ വിഷമിച്ച് ഓരോ അസുഖം മാറുമ്പോൾ ഓരോ അസുഖം വരുന്നത്, അത് മാറാൻ വേണ്ടിയാണ് ശിവക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ അർച്ചനയോ ചെയ്യുക. മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച് ചരട് ജപിച്ച് കൈ കിട്ടുക, ജലധാര ചെയ്യുക. അപ്പോൾ ചോദ്യ നക്ഷത്രക്കാർ പ്രീതിപ്പെടുത്തേണ്ട ദൈവത എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയാണ്. ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുക. ഒപ്പം തന്നെ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രത്തിൽ പോയി ചോദ്യ നക്ഷത്രക്കാർ ദർശനം നടത്തുക. എല്ലാവിധ മംഗളങ്ങളും കാര്യങ്ങളും ചോദ്യ നക്ഷത്രക്കാർക്ക് 2026 ഉണ്ടാകുന്നതാണ്. വിവാഹ തടസ്സമുള്ളവർക്കൊക്കെ വിവാഹ കാര്യങ്ങൾ നടക്കും. ഒപ്പം തന്നെ നാലാദിക്കിൽ നിന്നും നമുക്ക് സാമ്പത്തിക ലാഭം വരും. നമ്മൾ ഏത് ബിസിനസ് 2026 ചോദ്യ നക്ഷത്രക്കാർ ആരംഭിച്ചാൽ ആ ബിസിനസ് ഭംഗിയായി നടക്കും. നമ്മളോട് മുമ്പ് കടം മേടിച്ചിട്ട് പോയ ആൾക്കാർ, പിണങ്ങി നിൽക്കുന്ന ആൾക്കാരൊക്കെ 2026 ആൾക്കാരൊക്കെ തിരക്കി വരും. വീടിൻ്റെ പരിസരത്ത് പിണങ്ങിയിരിക്കുന്ന ആൾക്കാർ, ബന്ധുത്തിൽ പിണങ്ങിയിരിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ നമ്മുടെ ഉയർച്ച കണ്ട് നമ്മളെ സ്നേഹിച്ച് വരുന്നതായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർക്ക് അതായത് നല്ല രീതിയിലുള്ള ദാമ്പത്യ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. ദൂരയാത്രകൾ പോകാൻ പറ്റും. വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതകൾ ചോദ്യ നക്ഷത്രക്കാർക്കുണ്ട്. ഈ ചോദ്യ നക്ഷത്രക്കാർ 2026 എന്ത് കാര്യങ്ങളും വിചാരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് പോകും. അതാണ് ഞാൻ പറഞ്ഞത്, സൂര്യനെ പോലെ ഉദിച്ചു പോകുന്ന
ഒരു നക്ഷത്രം കൂടെയാണ് 2026 ചോതി നക്ഷത്രക്കാർ. ഇവർ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ പറയാം. ഇവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതുകൊണ്ട് ശത്രുദോഷം ഉണ്ടാകാനിടയുണ്ട്. ആ ശത്രുദോഷം മാറാൻ വേണ്ടി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലോ അതുപോലെ തന്നെ മലയാളപ്പുഴ ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് വളരെ അധികം ഉത്തമമാണ്. കഴിവതും ചോതി നക്ഷത്രക്കാർ ഒരു വർഷക്കാലം ഭഗവതി സേവ ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. കണ്ണുദോഷം, നാവുദോഷം, ദൃഷ്ടിദോഷം, തടസ്സങ്ങൾ, ആഭിചാര ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി നാട്ടുകാരുടെയും ബന്ധുക്കാരുടെയും പരിസരവാസികളുടെയൊക്കെ കണ്ണ് ദോഷമൊക്കെ മാറാൻ വേണ്ടി ചോതി നക്ഷത്രക്കാർ ചോതിയുടെ അന്ന് ഒരു വർഷക്കാലം ഗണപതി ഹോമം ഭഗവതി സേവനം ചെയ്യുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ നല്ല രീതിയിൽ പോകുന്നതുകൊണ്ട് അവർ ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട് എപ്പോഴും കറക്കും. 2026 അവർക്ക് ലക്കിയാണ്. അങ്ങനെ പരിസരത്തുള്ളവരുടെയും ബന്ധുക്കാരുടെയും പ്രാക്കടിക്കും. ആ ഒരു കാര്യം മാറാൻ വേണ്ടിയാണ് ചോതി നക്ഷത്രക്കാർ 2026 തൊട്ട് എന്താ പറഞ്ഞത്, ഭദ്രകാളി ക്ഷേത്രത്തിൽ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഭഗവതി സേവയും ഗണപതി ഹോമവും നടത്തുക. അതേപോലെ തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ഒരു വർഷക്കാലം നവഗ്രഹ പൂജ നടത്തുന്നത് വളരെ അധികം ഉത്തമമാണ്. ചോതി നക്ഷത്രക്കാർ കൂടുതലായിട്ടുള്ള പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല. എന്തുകൊണ്ടും 2026 നല്ലതാണ്. പിന്നെ 55 വയസ്സിന് ശേഷമുള്ള ചോതി നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച് ചരട് കിട്ടുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും. വാർഷിക സഹജമായ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും, ജോലിയിൽ പുരോഗതി കിട്ടും, വീട് വെക്കാൻ ഭാഗ്യം കിട്ടും, വാഹനങ്ങൾ മേടിക്കാൻ ഭാഗ്യം കിട്ടും. എന്ത് ബിസിനസ് തുടങ്ങിയാലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. ഈശ്വരാനുഗ്രഹം കൊണ്ട് ചോതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എന്തുകൊണ്ടും നന്മ മാത്രം ഉണ്ടാകത്തുള്ളൂ. ശത്രുദോഷത്തിലുള്ള പരിഹാരങ്ങൾ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ജാതകദോഷത്തിനുള്ള പരിഹാരങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ പൂജ നടത്താൻ വരുന്നത് ഒരു വർഷക്കാലം. ചോതി നക്ഷത്രക്കാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പൈസ സംബന്ധമായ കാര്യങ്ങൾ മാത്രം, കടം കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ 2026 ചോതി നക്ഷത്രക്കാർ ചെയ്യരുത്. അത് വളരെ ശ്രദ്ധിക്കുക. കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഓൺലൈനായി നിങ്ങളുടെ കാര്യങ്ങൾ പ്രത്യേകിച്ച് കവടി വെച്ച് പറഞ്ഞു തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്.